ജമ്മു കാശ്മീരിലെ സലാൽ അണക്കെട്ടിന്റെ കൂടുതൽ ഷട്ടറുകൾ തുറന്ന് ഇന്ത്യ. 12 ഷട്ടറുകളാണ് തുറന്നത്. ചെനാബ് നദിക്ക് കുറുകെ റിയാസിയിലാണ് സലാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കനത്ത മഴ തന്നെയായിരുന്നു പെയ്തത്. ഇതോടെയാണ് ഡാമിന്റെ കൂടുതൽ ഷട്ടറുകൾ തുറക്കേണ്ടി വന്നത്. വെള്ളം കവിഞ്ഞൊഴുകി തുടങ്ങിയതോടെ പാകിസ്ഥാന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും പ്രളയ സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. നേരത്തെ ഉറി ഡാമുകളുടെ ഷട്ടറുകളും ഇന്ത്യ തുറന്നിരുന്നു. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിനു ശേഷം ഇന്ത്യ മേഖലയിൽ തുറന്നുവിടുന്ന രണ്ടാമത്തെ ഡാമാണ് സലാൽ. കഴിഞ്ഞ ആഴ്ച പാകിസ്ഥാന് ഒരു മുന്നറിയിപ്പും നൽകാതെ തന്നെ സലാൽ അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഇന്ത്യ അടച്ചിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാക് ബന്ധം രൂക്ഷമായതോടെ ഭീകരവാദത്തിന് മറുപടിയുമായി ഇന്ത്യ രംഗത്ത് വരികയും ചെയ്തു. പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല ഉടമ്പടി റദ്ദാക്കിക്കൊണ്ടായിരുന്നു ഇന്ത്യ പ്രതികാരം തീർത്തത്. വെടിനിർത്തൽ ധാരണയായെങ്കിലും ഇപ്പോഴും സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് പുനഃപരിശോധിക്കില്ലെന്ന് ആവർത്തിച്ച് ഇന്ത്യ രംഗത്ത് വന്നു. ഇന്ത്യയുടെ വെള്ളം ഇന്ത്യക്ക് മാത്രമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. അതേസമയം പാകിസ്ഥാന് കനത്ത തിരിച്ചടിയായി മാറുകയായിരുന്നു സിന്ധു നദീജല ഉടമ്പടി റദ്ദാക്കിയ ഇന്ത്യൻ നടപടി. അതേസമയം ഇതിൽ ഇടപെടാനില്ലെന്ന് ലോകബാങ്കും നിലപാടെടുത്തിരുന്നു. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര പ്രശ്നത്തിൽ ഇടപെടില്ലെന്നാണ് ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗ അറിയിച്ചത്. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടപ്പിലാക്കിയ സൈനിക നടപടിയിൽ പാകിസ്ഥാനിൽ വലിയ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട സൈനിക നടപടിയിൽ ആദ്യം പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തെറിഞ്ഞത്. തുടർന്ന് ഇന്ത്യയിലെ സാധാരണക്കാരെയും സൈനിക കേന്ദ്രങ്ങളെയും ആക്രമിക്കാൻ ശ്രമിച്ചതോടെ ഇന്ത്യ അതേ നാണയത്തിൽ തിരിച്ചടിച്ചു. 3 ദിവസത്തിനിടെ പാകിസ്ഥാനിലെ സൈനിക പോസ്റ്റുകൾ, സൈനിക കേന്ദ്രങ്ങൾ, വ്യോമത്താവളങ്ങൾ, ഭീകരവാദ കേന്ദ്രങ്ങൾ എന്നിവ ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടിയിൽ തകർന്നടിയുകയായിരുന്നു. ഇന്ത്യ തിരിച്ചടി കടുപ്പിച്ചതോടെ വെടിനിർത്തലിന് തയ്യാറായെങ്കിലും പാക് സൈന്യം നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ ലംഘനം തുടർന്നു. ഇതോടെ ഇന്ത്യ പാക് സൈന്യത്തിന് ശക്തമായ മറുപടിയും തിരിച്ചടിയിലൂടെ നൽകി. മെയ് 7-ന് തുടങ്ങിയ സൈനിക നടപടിയിൽ പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും വ്യോമത്താവളങ്ങളും ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്നു. എന്നാൽ പാകിസ്ഥാന്റെ പ്രത്യാക്രമണം പരാജയപ്പെടുത്താനും ഇന്ത്യക്കായെന്ന് പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ ലക്ഷ്യമിട്ടത് പൂർത്തിയാക്കാൻ സാധിച്ചു. പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 9 ഭീകരവാദ കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. 100ഓളം ഭീകരവാദികളെയും 26 മിനിറ്റ് നീണ്ട ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർത്തെറിഞ്ഞു. അക്കൂട്ടത്തിൽ ഏറെക്കാലം ഇന്ത്യ ലക്ഷ്യമിട്ടിരുന്ന കൊടും ഭീകരരും ഉൾപ്പെടുന്നുണ്ട്. റഫാൽ വിമാനങ്ങളിൽ നിന്ന് തൊടുത്ത സ്കാൽപ്പ്, ഹാമർ മിസൈലുകൾ, ഗൈഡഡ് ബോംബുകൾ, M777 ലോയിറ്ററിംഗ് മ്യൂണിഷനുകൾ, കാമിയാസെ ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ചാണ് ഇന്ത്യ പാകിസ്ഥാനിൽ പ്രഹരിച്ചത്. ആക്രമണത്തിൽ നടുങ്ങിയ പാകിസ്ഥാൻ തിരിച്ചടിക്ക് തെരഞ്ഞെടുത്തത് തുർക്കിയിൽ നിന്ന് വാങ്ങിയ ഡ്രോണുകളായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അവയെ തടയുന്നതിൽ വിജയിച്ചു.